നമസ്കാരം. 2023 കഴിയാറാവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. പൊതുവിൽ വലിയ കുഴപ്പങ്ങളില്ലാത്തൊരു വർഷമായാണ് 2023 വിലയിരുത്തുന്നത്. പുതുവർഷത്തിന് മുൻപ് കൃത്യമായ ആസൂത്രണം നടത്തിയാൽ 2024 മികച്ച വർഷമാക്കി മാറ്റാം. അതിനുള്ള ചില വഴികൾ നമുക്കിന്ന് പരിചയപ്പെടാം. ജീവിതം അപ്രതീക്ഷിത സംഭവങ്ങൾ നിറഞ്ഞതാണ്. അപകടമോ അസുഖങ്ങളോ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മുഴുവൻ താളവും തന്നെ തെറ്റും. അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പരിരക്ഷ ഉറപ്പാക്കണം. ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ വാർഷിക വീട്ടുചെലവിൻ്റെ 3 ഇരട്ടി ആയിരിക്കണം. ഈ രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് ക്രമീകരിച്ചാൽ 2024 വർഷത്തിലും സാമ്പത്തിക പിൻബലം നേടാം. പ്രതിമാസമുള്ള EMI ആണ് എല്ലാവരുടെയും മറ്റൊരു തലവേദന. ക്രെഡിറ്റ് കാർഡ്, ലോണുകൾ തുടങ്ങി വലിയ തുക ഒരുപക്ഷെ EMI ആയി നൽകേണ്ടി വരും. എന്നാൽ അത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് മൊത്തം പ്രതിമാസ EMIകൾ വരുമാനത്തിൻ്റെ 40% കവിയുന്നില്ലെന്ന് ഉറപ്പാക്കണം. അതുവഴി സാമ്പത്തിക സമ്മർദ്ദത്തിൻ്റെ തോത് കുറയ്ക്കാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിതം എന്നും അപ്രതീക്ഷിത സംഭവങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അത്യാവശ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. വീട് അറ്റകുറ്റപ്പണി, വാഹനത്തിൻ്റെ ചിലവുകൾ തുടങ്ങിയ അപ്രതീക്ഷിത സംഭവങ്ങളെ കൃത്യമായി മറികടക്കണമെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് തയ്യാറാക്കുന്നത് നല്ലതാണ്. കുറഞ്ഞത് 3 മാസത്തെ വീട്ടുചെലവുകൾക്ക് ആവശ്യമായി വരുന്ന തുക എമർജൻസി ഫണ്ടായി മാറ്റിവെക്കണം. മാറ്റിവെക്കുന്ന തുക ബാങ്കിൽ നിക്ഷേപിക്കാം. അങ്ങനെയെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉടൻ തന്നെ പിൻവലിക്കാനും സാധിക്കും. അടിസ്ഥാന കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. വരുമാനത്തിൻ്റെ 10% നിക്ഷേപിക്കുക. എന്നാൽ മുഴുവൻ തുകയും ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കരുത്. പകരം ഇക്വിറ്റി, സ്വർണം തുടങ്ങി വ്യത്യസ്ത പദ്ധതികളിൽ നിക്ഷേപിക്കുക. യുവ നിക്ഷേപകന് ഇക്വിറ്റിയിലെ നിക്ഷേപമാണ് നല്ലത്. അതേസമയം വിരമിക്കലിന് അടുത്തിരിക്കുന്നവർക്ക് സ്ഥിര വരുമാനം നൽകുന്ന നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുക്കാം. ഓർക്കുക, അനുയോജ്യമായ ഒരു പ്ലാൻ തയ്യാറാക്കാൻ എപ്പോഴും ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുന്നത് നല്ലതാണ്. നിക്ഷേപത്തിൻ്റെ ലോകത്തേക്ക് പുതിയതായി കടന്നു വരുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ആദ്യം നിക്ഷേപം നടത്തുന്നതാണ് നല്ലത്. കാരണം തുടക്കക്കാർക്ക് ഒരുപക്ഷെ വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രൊഫഷണലുകൾ നിയന്ത്രിക്കുന്ന വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയിൽ നിന്ന് പ്രയോജനം നേടാം. ഈ സമീപനം അപകട സാധ്യത കുറയ്ക്കാനും കൂടുതൽ സന്തുലിത നിക്ഷേപാനുഭവം നൽകാനും സഹായിക്കുന്നു. ഇന്ത്യയിൽ ആദായ നികുതി നിയമങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നികുതി ആസൂത്രണം നടത്തണം. നികുതികൾ ലാഭിക്കുന്ന പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നതും നല്ലതാണ്. ഇപ്പോൾ തന്നെ ഒരു ടാക്സ് പ്ലാനറെ സമീപിക്കുന്നത് വർഷാവസാനത്തെ തിരക്കും സമ്മർദ്ദവും ഒഴിവാക്കാനും സഹായിക്കും. സാമ്പത്തിക ആസൂത്രണം എന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല. മറിച്ച് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിയിലേക്കുള്ള ചെറിയ സമർത്ഥമായ ചുവടുകൾ എടുക്കുക എന്നതാണ്.